നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാലർ ബോട്ടിൻ്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ള ഓണത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ 4 ദിവസത്തെ കൂടെ കൂട്ടി ഇന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ശരിക്കും ഡേ 13 ആണ്. ഡേ 13 ശരിക്കും പറഞ്ഞാൽ ഡേ 13 നാളെയാണ്. കാരണം ഇന്ന് ജസ്റ്റ് ഡേ 13 സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ നാളെ 24 മണിക്കൂർ കഴിഞ്ഞാലുള്ള ഡേ 13 ആവുള്ളൂ. പക്ഷേ നമ്മൾ ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നാണ് ഡേ 13. അതുകൊണ്ട് ഇന്ന് ഡേ 13 പിന്നെ ഡേ 9 വരെയാണ് ചെയ്തത്. ഡേ 10, ഡേ 11, ഡേ 12, ഡേ 13. അപ്പോൾ ഇങ്ങനെ 4 ദിവസത്തെ ട്രേഡുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് 8-ാം തീയതി തൊട്ടുള്ള ട്രേഡ്, 8-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെയുള്ള ട്രേഡുകൾ കാണിച്ചു തരാൻ പോവാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര പ്രോഫിറ്റായി, നമുക്ക് 50 USDT ആയിരുന്നു നമ്മുടെ ക്യാപിറ്റൽ. അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഇത്രയും ദിവസം കൊണ്ട്, അതായത് 13 ദിവസം കൊണ്ട് എത്ര പ്രോഫിറ്റായി എന്നുള്ളതൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ വാലർ ബോട്ട് എന്ന് വെച്ചാൽ ക്രിപ്റ്റോ ട്രേഡിംഗ് ബോട്ടാണ്. അതിൽ മെയിനായിട്ട് BTC ആണ് ട്രേഡ് ചെയ്യുന്നത്. USDT വെച്ചിട്ട് BTC ബൈ ചെയ്യും. പിന്നെ ഹൈയിലെത്തുമ്പോൾ BTC സെല്ലാക്കിയിട്ട് USDT ആക്കും. അത് തന്നെയാണ് പരിപാടി. സ്പോട്ട് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, ബൈനാൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനും എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസും പിന്നെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ബൈനാൻസായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ വാലറായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രേഡ്സിലായിട്ട് ഡയറക്റ്റ് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വാലറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 52.22 ഈ BTC കൂടി കൂട്ടണമല്ലോ. 52.22 ആണ് നമ്മുടെ ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. അപ്പോൾ 52.22 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ 50 ആയിരുന്നു ക്യാപിറ്റൽ. അപ്പോൾ $2.22 പ്രോഫിറ്റ് എനിക്ക് ആയിട്ടുണ്ട്. 13 ഡേ 13 എനിക്ക് $2.22 പ്രോഫിറ്റാണ് അയക്കണത്, $50 ഇട്ടിട്ട്. ഇനി നമുക്ക് ട്രേഡ്സ് നോക്കാം. അതിൽ ഈ ഒരു റൈറ്റ് സൈഡിൽ ഹിസ്റ്ററി പോലത്തെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ഹിസ്റ്ററി പോലത്തെ കണ്ടോ, പേപ്പർ, ഒരു ക്ലോക്കിൻ്റെ പോലത്തെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ ട്രേഡ് കാണാൻ പറ്റും. ഇനി നമുക്ക് എത്രാം തീയതിയാണ്, 8-ാം തീയതി തൊട്ടുള്ള ട്രേഡ്സ് നോക്കാം. താഴത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 8-ാം തീയതി തൊട്ടുള്ള ട്രേഡ് കാണാൻ പറ്റും. ഇവിടെ 7 അപ്പോൾ 7 കഴിഞ്ഞ് പിന്നെ 8-ാം തീയതി നമുക്ക് ഒറ്റ ട്രേഡ് നടന്നുള്ള. കാരണം 7 നമ്മൾ സെല്ല് ചെയ്തത് 18,932 ഈ താഴെ നിന്ന് നിങ്ങൾ നോക്കുക, 18,932 സെല്ല് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒറ്റയടിക്ക് 19 പോയി, 19,300 സംതിങ്ങിലോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ബൈ ചെയ്തല്ല, കാരണം സെല്ല് ചെയ്ത് നമ്മൾ അത്രയും ലോയിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബൈ ചെയ്തല്ല. പിന്നെ 8-ാം തീയതി ഒരു ട്രേഡ് നടന്നിട്ടുള്ള. അത് കഴിഞ്ഞ് 9-ാം തീയതി നമ്മൾ വീണ്ടും ഞാൻ ബോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമുക്കവിടെ വാലറിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണ എവിടെയാണെന്ന് കാണിച്ചാൽ ഇവിടെ നമ്മൾ ഈ valar.ai പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസർ നെയിമിൽ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബോട്ടിൻ്റെ ഇത് കാണാൻ പറ്റും. ഐ ആം ആക്റ്റീവ് നൗ. ഇവിടെ സ്റ്റോപ്പ് ബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബോട്ട് സ്റ്റോപ്പ് ആവും. എന്നിട്ട് നമ്മളൊരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ബോട്ട് റണ്ണായില്ലെങ്കിൽ, ബോട്ട് ഒരു ദിവസം റണ്ണായില്ല എന്ന് പറഞ്ഞല്ലോ. 18,900 സെല്ലാക്കിയതിന് ശേഷം പിന്നെ ഒരു ദിവസം റണ്ണായില്ല, കാരണം ശരിക്കും അങ്ങ് ഹൈലൈറ്റ് പോയി. അപ്പോൾ ബൈ ചെയ്യാൻ മടിയായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബോട്ട് വീണ്ടും റണ്ണായി. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഒരു അഡ്മിൻ സൈഡിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. അഡ്മിൻ സൈഡിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ മാർക്കറ്റ് സിറ്റുവേഷൻ അനുകൂലമല്ലാണ്ടിരിക്കുമ്പോൾ അഡ്മിൻ സൈഡിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് എല്ലാവരുടെയും സ്റ്റോപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ എനേബിൾ ആക്കിക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ബൈനാൻസിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 9-ാം തീയതിയാണ് അടുത്ത ട്രേഡ് നടന്നത്. 20,643 $50.57 ഫുള്ള് ബൈ ചെയ്തു. എന്നിട്ട് സെല്ല് ചെയ്തത് 20,622 നഷ്ടത്തിലാണ് സെല്ല് ചെയ്തത്. 2 സെല്ലാണ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 21,265 ഒരു ബൈ നടന്നിട്ടുണ്ട്. അതിനുശേഷം 21,349 സെല്ല്, ഒരു സെല്ലല്ല 349 2 സെല്ല് നടന്നിട്ട് ആ ഫുൾ ഇത് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അപ്പോഴും നമ്മൾ പ്രോഫിറ്റിലാണ്, ആദ്യം പ്രോഫിറ്റിലായിരുന്നു. പിന്നെ ഇവിടെ BTC/USDT ബൈ നടന്നിട്ടുണ്ടോ, ഒരു 9-ാം തീയതി തന്നെ ബൈ നടന്നിട്ടുണ്ട്. 50 USDTക്ക് 21,257 ഒരു ബൈ നടന്നു. അത് കഴിഞ്ഞ് സെല്ല് നടന്നത് 21,312 അതും പ്രോഫിറ്റിൽ തന്നെയാണ് നടന്നത്.
പിന്നെ 21,300 ബൈ നടന്നിട്ടുണ്ട് 50.9. അപ്പോഴത്തേക്കും നമ്മൾ $1 പ്രോഫിറ്റ് ഏകദേശം ആയിട്ടുണ്ട്, 50.9 ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബൈ നടന്നിട്ടുണ്ട് 21,300. എന്നിട്ട് നമ്മൾ സെല്ല് ചെയ്തത് 21,589. നല്ലൊരു പ്രോഫിറ്റിലാണ് സെല്ല് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്തൊരു ബൈ നടന്നത് എന്ന് വെച്ചാൽ 21,519 ബൈ നടന്നു. അത് കഴിഞ്ഞ് സെല്ല് നടന്നത് 21,574 സെല്ല് ചെയ്തത്, അതും പ്രോഫിറ്റിലാണ്. പിന്നെ ഇവിടെ അടുത്ത ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 21,563 ബൈ നടന്നിട്ടുണ്ട്. പിന്നെ സെല്ല് ചെയ്തത് 21,613, അതും പ്രോഫിറ്റിലാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ഇപ്പോൾ ഉള്ള ട്രേഡുകൾ, ഈ നടന്നുകൊണ്ടിരുന്ന ട്രേഡുകൾ മൊത്തം പ്രോഫിറ്റിലാണ്. പിന്നെ ഇവിടെ ഒരു ട്രേഡ് നടന്നത് ബൈ നടന്നത് 21,637 ബൈ നടന്നു. സെല്ല് നടന്നത് 21,653. ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ USDT 52 ഉണ്ട്. പിന്നെ $0.22 BTC ബാക്കിയുണ്ട്. ഇനി നമ്മളിവിടെ BTC നോക്കുകയാണെങ്കിൽ 21,703 അപ്പോൾ ഇച്ചിരി കൂടി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബൈ ചെയ്യാൻ പറ്റും. ഇച്ചിരി കൂടി അങ്ങനെ താഴത്തോട്ട് വരാൻ വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈയും സെല്ലും കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ചാർട്ടും ഞാൻ കാണിക്കില്ല, ഈ കാണിച്ച ട്രേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് നോക്കുക, ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോയിൻ്റ് നോക്കുക, ഇതിൽ വലിയൊരു ക്രാഷ് വന്നതിന് മുമ്പ് തന്നെ സെല്ല് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കിയിട്ട് IS എന്ന് കാണിച്ചാണ് പോയിൻ്റ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വലിയൊരു ക്രാഷ് വരുമ്പോൾ തന്നെ സെല്ല് ചെയ്ത് ക്യാപിറ്റൽ സേഫ് ആക്കും. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് ഇപ്പോൾ ബൈയും സെല്ലൊക്കെ നടത്തുന്നത്. ഇനിയിപ്പോൾ മുകളിലോട്ട് പോകണമെയാണ് കാണിച്ചാണ്. അപ്പോൾ മുകളിലോട്ട് പോകാനാണ് ഇപ്പോൾ ബൈ ചെയ്യാത്തത്. ഇച്ചിരി കൂടി താഴത്തോട്ട് വന്നെങ്കിൽ സെല്ല് ചെയ്ത പോയിൻ്റേക്കാൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ബൈ നടക്കും. അപ്പോൾ ഈ 600 മാറിയിട്ട് ഒരു 500 അല്ലെങ്കിൽ 480, 500 ആ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ 21,500 വന്നു കഴിഞ്ഞാൽ ഒരു ബൈ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 4 ദിവസത്തെ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ന് ഡേ 13 ഡേ 13 അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആയിരിക്കുന്നത് $2.22 ടോട്ടൽ പ്രോഫിറ്റാണ് നമുക്ക് ടോട്ടൽ വന്നിരുന്നത് 50 USDT. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള അപ്പോൾ പുതിയൊരു സിനിമ പറ്റി അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.